ഓം നാരായണ ഗുരുരാദ്യം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീനാരായണ ഗുരു കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത കൂപ്പുകൾ. നമുക്ക് പ്രഭാഷണത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഭാര്യാധർമ്മം. സാമൂഹ്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പരിഷ്കാരങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അവയുടെ ആവശ്യകതയെപ്പറ്റി സ്ത്രീകൾ ബോധവതികളാകണം. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ തലമുറ കൊണ്ട് പരിഷ്കാരം സാർവത്രികമാക്കാൻ കഴിയും. സ്ത്രീകൾ ഉത്ബുദ്ധരല്ലെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും പരിഷ്കാരം സമൂഹത്തിന്റെ മുകൾ പരപ്പിൽ മാത്രം പൊന്തിക്കിടക്കുകയുള്ളൂ. കാരണം പുതിയ തലമുറയുടെ സ്വഭാവം വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. തൊട്ടിലാട്ടുന്ന കൈകളാണ് ലോകം ഭരിക്കുന്നത് എന്ന ചൊല്ല് ഇന്നും അടിസ്ഥാനപരമായ സത്യം തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകൾ ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊള്ളുകയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കേണ്ടതുമാണ്. അന്യരെ ആശ്രയിക്കാതെ സ്വപ്രയത്നം കൊണ്ട് കരുത്താർജിച്ച് നവീനതയിലേക്ക് നീങ്ങുക എന്നതാണ് ശ്രീനാരായണ സന്ദേശങ്ങളുടെ അന്തസ്സത്ത. ജാതിയുടെ പേരിൽ ജനങ്ങളെ അനേകം തട്ടുകളാക്കി തിരിച്ചു നിർത്തിയിട്ട് മുകൾ തട്ടിലുള്ളവർ താഴ്ന്ന തലത്തിലുള്ളവരെ ചൂഷണം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്ന കാലത്ത് നടന്നിരുന്നത്. ഏത് അടിമത്തവും, ഏത് അപമാനവും, ഏത് ചൂഷണവും, ഏത് മർദ്ദനവും ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ എല്ലാ ജനവിഭാഗങ്ങളിലും ഉളവാക്കാൻ ആർഷഭാരത സംസ്കാരങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച മഹാപ്രസ്ഥാനമാണ് അവശ്യ ജനസമുദായങ്ങളിൽ സ്വാതന്ത്ര്യബോധം ജനിപ്പിച്ചത്. ഓരോരുത്തരിലും ആത്മാഭിമാനം വളരാൻ തുടങ്ങി. ഗുരുവിന്റെ നവീന പ്രസ്ഥാനം കേരളത്തിൽ വമ്പിച്ച ചലനമുണ്ടാക്കിയത് ഈ രീതിയിലാണ്. എന്നാൽ ഗുരു തുടങ്ങിവെച്ച നവീകരണ പ്രക്രിയ ഇനിയും പൂർത്തിയായിട്ടില്ല. സമുദായങ്ങൾ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ ഇന്നും ഒരളവിൽ നിലനിൽക്കുന്നുണ്ട്. സമുദായങ്ങൾ തമ്മിൽ യഥാർത്ഥ സ്നേഹം പുലരണമെങ്കിൽ, സാഹോദര്യം വളരണമെങ്കിൽ അവയ്ക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല. ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടിയാണ് ഗുരുദേവൻ നിലകൊണ്ടതെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അത്തരമൊരു സങ്കുചിതമായ വീക്ഷണം നമ്മുടെ ഗുരുദേവനോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ആയിരിക്കും. കാരണം ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും പ്രത്യേകമായ മതത്തോടോ സമുദായത്തോടോ നമുക്ക് മമതയോ ബന്ധമോ ഇല്ല എന്ന്. ഗുരുവിന്റെ ഏത് പ്രവൃത്തി എടുത്ത് പരിശോധിച്ചാലും വിശാലമായ മനുഷ്യ സാഹോദര്യത്തെയാണ് സദാ സ്വപ്നം കണ്ടിരുന്നതെന്ന് കാണുവാൻ കഴിയും. ആ മനുഷ്യ സാഹോദര്യമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം. സമുദായ സംവരണത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ ലക്ഷ്യം സമുദായങ്ങൾ തമ്മിലുള്ള നിരപ്പില്ലായ്മ അവസാനിപ്പിക്കുക എന്നതാണെന്നുള്ള ബോധം സ്ത്രീകളിൽ വേരൂന്നിയാലേ യഥാർത്ഥമായ സ്ഥിതി സമത്വം കൈവരികയുള്ളൂ. ഒരു രാജ്യത്തിന്റെ പുരോഗമനം അവിടുത്തെ ഉരുക്കിന്റെ ഉൽപാദനം, സ്ത്രീകൾ കൈവരിച്ച സ്ഥാനം എന്നീ രണ്ട് ഉപാധികളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചിട്ടുണ്ട്. ഉരുക്ക് ഒരു രാജ്യത്തിന്റെ വ്യവസായ പുരോഗതിയുടെ പ്രതീകവും സ്ത്രീകൾ കൈവരിച്ച സ്ഥാനം അവിടുത്തെ സാമൂഹിക പുരോഗതിയുടെ പ്രതീകവുമാണ്. ഒരു പുരുഷൻ വിദ്യാഭ്യാസം നേടുമ്പോൾ ഒരു വ്യക്തിയാണ് വിദ്യാസമ്പന്നനാകുന്നതെങ്കിൽ ഒരു സ്ത്രീ വിദ്യാഭ്യാസം നേടുമ്പോൾ ഒരു കുടുംബം വിദ്യാസമ്പന്നമാകുന്നു. നല്ല അമ്മമാരായിരിക്കാനും കുഞ്ഞുങ്ങളോടുള്ള കടമകൾ യഥാവിധി നിർവഹിക്കുന്നതിനും വികസിച്ചു വരുന്ന ചക്രവാളങ്ങളുമായി ഒരമ്മയ്ക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അഭ്യസ്ത വിദ്യരാണെങ്കിൽ ഇത് പ്രയാസം കൂടാതെ സാധിക്കും. വൈദിക കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പമോ അതിലുമുപരിയോ ജ്ഞാന സമ്പാദനം നടത്തിയിരുന്നു. വേദം പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അഗ്രഗണ്യരായിരുന്നു. ഗാർഗിയുടെയും മൈത്രിയുടെയും പാരമ്പര്യമുള്ള ഭാരത സ്ത്രീ മനുവിന് ശേഷം അസ്വതന്ത്രയായി. വിവേകമുള്ള പുരുഷന്മാർ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു. പുരുഷനെ അതിശയിപ്പിക്കുന്ന ബുദ്ധിയും വൈഭവവും പഠനകാര്യത്തിൽ സ്ത്രീകൾ പ്രകടിപ്പിക്കുന്നു. എങ്കിലും
അത് ഉദ്യോഗ സമ്പാദനത്തിനുള്ള മാർഗമായി മാത്രം മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും ലഭിക്കണമെങ്കിൽ സംഘടനാ തലത്തിൽ ബലപ്പെടണം. ഗുരുദേവന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. വിദ്യാഭ്യാസപരമായി എത്ര ഉന്നതിയിലെത്തിയാലും സ്ത്രീയുടെ സമ്പത്ത് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ്. സ്ത്രീക്ക് സമത്വം വേണം എന്നതിനർത്ഥം പുരുഷന്മാരോട് യുദ്ധം ചെയ്യലല്ല, സമൂഹത്തിലെ വെല്ലുവിളികൾക്കെതിരെ പ്രാപ്തരാകുകയാണ്. നല്ലൊരു കുടുംബിനി എങ്ങനെ ആയിരിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലെ ഏതാനും ചില വരികൾ നമുക്ക് ശ്രവിക്കാം. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്ക് തുണയാമവൾ. ഗുണം കുടുംബിനിക്കില്ലാതാകിൽ എല്ലാം ഇരിക്കലും ഗുണമില്ല കുടുംബത്തിനില്ലാതാകും കുടുംബവും. ദൈവത്തിനെ തൊഴാത് ആത്മനാഥനെ തൊഴുത് എന്നുമേ എഴുന്നേൽപ്പവൾ പെയ്യെന്നു ചൊല്ലിടിൽ മഴ പെയ്തിടും. തന്നെ രക്ഷിച്ചു തൻ പ്രാണനാഥനെ പേണി പേരിനെ സൂക്ഷിച്ചു ചോർച്ചയില്ലാതെ വാണീടിൽ അവൾ നാരിയാം. ഒരു കുടുംബിനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവശുദ്ധി ഇല്ല എങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കുടുംബത്തിൽ പേരും പ്രശസ്തിയും സാമ്പത്തികവും എല്ലാം ഉണ്ടെങ്കിലും കുടുംബിനിയുടേത് സത്സ്വഭാവം അല്ല എങ്കിൽ ആ കുടുംബമേ നശിച്ചു പോകും. ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ സ്വഭാവശുദ്ധിയുള്ള ഒരു സ്ത്രീ വന്നു കയറിയാൽ പേരും പെരുമയും പ്രശസ്തിയും ശ്രേയസ്സുമൊക്കെ താനേ വന്നുകൊള്ളും. സ്വയം പാതിവൃത്യം കാത്തു സൂക്ഷിച്ച് വരവിനനുസരിച്ച് ചെലവ് ചെയ്ത് ഗൃഹനാഥന്റെ ഏതാവശ്യവും നിറവേറ്റിക്കൊടുക്കുന്ന ഒരു കുടുംബിനിയാണെങ്കിൽ അവൾക്ക് മറ്റൊന്നും ഇല്ലാതിരുന്നാലും ഇവയൊക്കെ താനേ വന്നുകൊള്ളും എന്ന് ഗുരു ഭാര്യാധർമ്മത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, പാതിവൃത്യമുള്ള ഒരു കുടുംബിനി, അതായത് രാവിലെ എണീറ്റ് ഭർത്താവിൻ്റെ കാലുതൊട്ട് വന്നിച്ച് ദിവസത്തിന് തുടക്കം കുറിച്ചാൽ അവൾ മഴ പെയ്യാൻ പറഞ്ഞാൽ മഴ പെയ്യുമെന്നും ഗുരു ഈ കൃതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു സംഭവം ഓടിയെത്തുകയാണ്. ഒരു ഭാരവാഹിയായ എനിക്ക് പെട്ടെന്ന് പ്രഭാഷക ആകേണ്ടി വന്നതായ ഒരു ബുദ്ധിമുട്ട്. അന്നേ ദിവസം പ്രഭാഷണം നടത്താമെന്ന് സമ്മതിച്ചിരുന്ന സാറിന് പെട്ടെന്ന് അസുഖം ഉണ്ടായി. വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവർ നല്ലൊരു പ്രഭാഷണം കേൾക്കാൻ കാത്തിരിക്കവേ ആയിരുന്നു ഇങ്ങനെ ഒരു ഫോൺ മെസ്സേജ് കിട്ടിയത്. ഞങ്ങളാകെ ചിന്താകുഴപ്പത്തിലായി. ഇനി എന്ത് ചെയ്യും? അപ്പോഴതാ സദസ്സിൽ നിന്നൊരു അഭിപ്രായം, എങ്കിൽ പിന്നെ ഉഷ ടീച്ചർ പ്രഭാഷണം പറയട്ടെ. അതിനെ പിന്താങ്ങാൻ ഒത്തിരി പേർ. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. പിന്നെ എങ്ങനെയോ ഒരുവിധം ഭാര്യാധർമ്മം പറഞ്ഞു ഒപ്പിച്ചു. അപ്പോഴതാ ഒരാൾക്ക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഭക്തധർമ്മത്തെ കുറിച്ച് എഴുതാത്തത്? അവർക്ക് ധർമ്മമൊന്നും ഇല്ലേ എന്ന്. ഇതിനെ ചെറുതായിട്ടെങ്കിലും റിപ്ലൈ നൽകിയില്ലെങ്കിൽ അടുത്ത മാസത്തെ പ്രഭാഷണത്തിന് ആൾക്കാർ കുറഞ്ഞു പോയാലോ എന്ന ഭീതി മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ അവർക്കല്ലേ കൂടുതൽ ധർമ്മമുള്ളത്. ഒരു ഗൃഹനാഥന് ഭാര്യയിൽ കെയറും കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. ഭർത്താവിന് എത്ര സമയമില്ലെങ്കിലും ഭാര്യയുടെ സന്തോഷവും വിഷമതകളും കേൾക്കാൻ സമയം കണ്ടെത്തണം. പിന്നെ സംരക്ഷണവും സുരക്ഷിതത്വവും തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കും എന്ന ഉത്തമ വിശ്വാസം ഭാര്യയ്ക്ക് തോന്നത്തക്ക വിധമായിരിക്കണം ഭർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും. ചുരുക്കി പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു സംരക്ഷണ കവചം തന്നെ ആവണം ഗൃഹനാഥൻ. എങ്കിലല്ലേ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകൂ. ഈ ശീലങ്ങൾ ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഗൃഹസ്ഥനും കുടുംബിനിയും ആകാൻ കഴിയൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചമ്മലോട് എല്ലാവരെയും നോക്കിയപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം അവരുടെയൊക്കെ മുഖം പ്രസന്നമായിരുന്നു. സംഭവം നടന്നിട്ട് വർഷം 5 കഴിഞ്ഞെങ്കിലും ഓർത്തോർത്ത് ഞാൻ ഗുരുദേവന് നന്ദി പറയാറുണ്ട്. ഇതാണ് ഗുരു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്നു, ആപത്ത് ഘട്ടങ്ങളിൽ കൈപിടിച്ചുയർത്താൻ ഭഗവാൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും.
പക്ഷെ ഒരു കാര്യം, ഭഗവാനായി തന്നെ നാം ഗുരുവിനെ കാണണം. അവതാര പുരുഷനാണെന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. നാം ഗുരുഭക്തരാകുന്നതിനേക്കാൾ നന്ന് ഗുരുപാതയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അരുത് എന്ന് ഗുരു വിലക്കിയിട്ടുള്ളതൊന്നും നാം ചെയ്യരുത്. മറ്റുള്ളവരുടെ മനസ്സ് നാം അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നതും ഹിംസ തന്നെയാണ്. മഹാഗുരുവിനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അവസാനമില്ലാതെ ആയിപ്പോവും. ഞാൻ നിർത്തുകയാണ്. എന്തായാലും ഒന്ന് ഞാൻ തീർത്തു പറയാം. ഗുരുദേവ കൃതികൾ പഠിക്കുന്നതിനും അർത്ഥം മനസ്സിലാക്കുന്നതിനും നാം പല പ്രാവശ്യം കൃതികൾ മനസ്സിരുത്തി മനനം ചെയ്യുകയേ വേണ്ടു. പിന്നെ നല്ല നല്ല പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിലും അരുവിപ്പുറത്തുമൊക്കെ നടക്കുന്ന പ്രഭാഷണങ്ങൾ കഴിവതും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഫീസ് വാങ്ങി ഗുരുദേവ കൃതികൾ പഠിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകാതിരിക്കുക എന്നതാണ്. എല്ലാ സുമനസ്സുകൾക്കും ഗുരുദേവ കടാക്ഷം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് ഓം തത്സത് ശ്രീ നാരായണ ഗുരുവർപ്പണമസ്തു.